ശോഭെ, സാറിന് കാശ് കൊടുത്തോ? കൊടുത്തു. പക്ഷെ കൊച്ചമ്മ വരട്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എന്തിന്? സമയം ഒരുപാടായില്ലേ? അല്ല, അമ്പലത്തിൽ പോയിട്ട് സമയം ഒരുപാടായി. ഗ്യാസ് കയറി. ശരി, പോയി കാപ്പി പിടിച്ചോളൂ. അല്ല, ഇന്നിനി ഓട്ടം ഉണ്ടോ? അറിയിക്കാം. ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. വേണ്ടേ? നല്ല ആളാ. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ശ്രീദേവി കൂടെ വരട്ടെ എന്ന് കരുതി എന്തിനാ പതിവ് തെറ്റിക്കുന്നത്? ഞാൻ ലേറ്റ് ആവുന്ന പറഞ്ഞിട്ടാണല്ലോ പോയത്. സമയം എത്രയായി? ആ, ഒരു മിനിറ്റ്. ആഹാരത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചില്ല. ഇഡ്ലി തണുത്തോ? സാരമില്ല. അച്ഛൻ ഇന്ന് പോണെന്നാ പറയുന്നത്. ശ്രീദേവി പറഞ്ഞില്ലേ 2 ദിവസമല്ലേ ആയുള്ളൂ, നാളെ പോവാന്ന് പറ. ഞാൻ പറഞ്ഞതാ, അച്ഛൻ സമ്മതിക്കുന്നില്ല. മോൾ അമ്പലത്തിൽ നിന്ന് എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളു അച്ഛാ. അമ്മാവൻ കാപ്പി കുടിച്ചോ? ഞാൻ അല്പം നേരത്തെ കഴിച്ചു. ഇരിക്കെ. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? മരുന്ന് തീരുന്നവരെങ്കിലും ഇവിടെ നിന്നുകൂടെ? ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞാ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യാം. പോകുന്ന വഴി ഹോസ്പിറ്റലിൽ കയറി ഒരാഴ്ചത്തേക്കുള്ള മരുന്നോട് വാങ്ങിച്ചോ. അങ്ങനെ ആവട്ടെ. രമണിയോട് എല്ലാ ആഴ്ചയിലും കത്തെഴുതാൻ പറയണം. ചേട്ടൻ ഇന്നലെയും കൂടി ചോദിച്ചു, 2 ആഴ്ചയായിട്ട് രമണിയുടെ കത്ത് കണ്ടില്ലല്ലോ എന്ന്. അവൾ അടിക്കടി എഴുതുന്നുണ്ടല്ലോ മോളെ. സുധയും ഭർത്താവും വരാറുണ്ടോ? ഞായറാഴ്ച വരും. റാണിമോക്ക് എന്ത് പറ്റി? പനിയാ? ഞാൻ ഡാഡിയോട് പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചു തരാം. വാ. ഡാഡി, എന്താ മോളെ? ഇതെന്റെ കൂട്ടുകാരിയാ, റാണിമോൾ. പനിയോ? കുറച്ച് മരുന്ന് കൊടുക്ക് ഡാഡി. പിന്നെ കുത്തിവെക്കണ്ട, പാവാ, കരയും. ശരി. എന്താ? 2 ദിവസമായി നല്ല ജലദോഷവും പനിയും ഉണ്ട്. മോളൊന്ന് വാ തുറന്നേ. സാരമില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ. ഞാൻ ഒരു മിക്സറും ടാബ്ലറ്റും കുറിച്ച് തരാം. 3 ദിവസത്തേന് കഴിക്കട്ടെ. പിന്നെ പൊടിയരിക്കഞ്ഞി മാത്രം കൊടുത്താൽ മതി. റാണിമോളുടെ അസുഖമൊക്കെ നാളെ മാറിക്കോളും കേട്ടോ. നമസ്കാരം. ഇരിക്കൂ. മിസ്റ്റർ വർമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? വീട്ടിൽ ആളില്ലാത്തതല്ലേ ഡോക്ടർ? എക്സ്ക്യൂസ് മീ ഡാഡി, റാണിമോളുടെ മരുന്നിന്റെ പൈസ വാങ്ങിക്കണ്ട. അതെന്താ? ഇന്നാല് എനിക്കൊരു ചുമന്ന പെൻസിൽ തന്നതാ. വേണ്ട, മോള് പോയി ലീലാമ്മോട് പറ, റാണിമോളുടെ മരുന്നിന് പൈസ വാങ്ങിക്കണ്ടെന്ന് ഡാഡി പറഞ്ഞെന്ന്. താങ്ക് യു ഡാഡി. ഇത് മകളുടെ കുട്ടിയാണ്. അതെ, ഇവിടുത്തെ പേഷ്യൻസിനെല്ലാം പെറ്റാ. മരുന്നെല്ലാം മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ? കുറച്ചുകൂടി കഴിക്കണം. ചുമ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഒരു ടോണിക്കിനൂടെ എഴുതരാം. ഇരിക്കൂ. എന്തായി? ഓപ്ഷൻ എടുത്ത ബുധനാഴ്ചയാണ്. തയ്യാറായ അത്രയും തേയിലപ്പെട്ടികൾ കൊച്ചിയിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് തെയ്യണമെങ്കിൽ കുറച്ച് ലീഫ് കൂടി പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നു മുതൽ ഫാക്ടറിയിൽ നൈറ്റ് ഷിഫ്റ്റ് ആരംഭിക്കാൻ
ഞാൻ രാമൻ കങ്ങാണി പറഞ്ഞ് ചുമതലപ്പെടുത്തി. ഇന്നലെ ആ രാഘവൻ എന്തോ പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കി. മുതലാളിയെ കണ്ട് അവർക്കെന്തോ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ജഗദീഷ് എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും ഞങ്ങളുടെ തീരുമാനമെന്ന്. അല്ല, പ്രശ്നം ഒരുവിധം അവസാനിച്ച പോലെയാണ്. ജഗദീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഉവ്വ്. നുണ പറയരുത്. ഇല്ല, ഞാൻ കഴിച്ചതാ. ഷുവർ? അതെ. അപ്പൊ ചായ കുടിക്കാം. താങ്ക് യു. ജഗദീഷ് വീട്ടിലേക്ക് പണമൊക്കെ അയച്ചോ? അയച്ചില്ല. കണ്ടോ, ഞാൻ സൈൻ ചെയ്ത് എത്ര ചെക്ക് ലീഫ് ജഗദീഷിന്റെ കയ്യിലുണ്ട്. ഇന്ന് തീയതി 5 ആയില്ലേ? ഇന്ന് തന്നെ അയച്ചേക്കൂ. ശരി സാർ. ജഗദീഷിന്റെ അമ്മയ്ക്ക് ഞാൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എന്തിനാ വെറുതെ? കഴിഞ്ഞ വിഷുവിന് എടുത്തു കൊടുത്ത ഡ്രസ്സ് തന്നെ ഇട്ട് കാണില്ല. ഞാനും സാറിന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാ. സാർ ഇതിൽ ഇടപെടണ്ട. എന്നാ ഞാൻ എസ്റ്റേറ്റിലേക്ക് പോട്ടെ. ആ, ഇതൊന്ന് ഒപ്പിടണം. ദേ മാനേജിംഗ് ഡയറക്ടറിലെ ഇരിക്കുന്നു. എന്തൊരു കുളിര. തീപ്പെട്ടിയുണ്ടോ? ശ്രീദേവി ഉണ്ടോ? ഇല്ലല്ലോ. എവിടെ പോയി? സാറും കൊച്ചമ്മയും കൂടി ഫാക്ടറി പോയിരിക്കുക. ഏത് ഫാക്ടറി? അവരുടെ ഫാക്ടറിയിലേക്ക്, അല്ലാതെ പിന്നെ നാട്ടുകാരുടെ ഫാക്ടറിയിലേക്കാണോ? സാറേ വല്ലതും പറയണോ? അല്ല, സാധാരണ ആരെങ്കിലും അവരെ അന്വേഷിച്ചു വന്നാൽ എഴുതി വെക്കാൻ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. അല്ല, അതെടുത്തോണ്ട് വരണമെന്നുണ്ടേ. ഇത് കുറച്ചുകൂടി ശരിയാകാനുണ്ട്. ആ റോളർ ഒന്ന് നോക്കണം. പിന്നെ മേഡം, പുറപ്പെടാറായെന്ന് മുതലാളി ചോദിച്ചു. ആ വണ്ടി എടുക്ക. എന്റെ ഒരു സ്നേഹിതം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓഫീസറോട് ലീവ് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ഈ അടുത്ത് ആരോ ഒരു ആനയെ വെടിവെച്ചിട്ടു. അതുകൊണ്ട് സെക്യൂരിറ്റി വളരെ സ്ട്രിക്റ്റാ. നീ 10-ാം തീയതി വരുമെന്നല്ലേ എഴുതിയിരുന്നത്? 3-4 ദിവസത്തിന് മുമ്പ് ജയിലർ പറഞ്ഞു ഇന്ന് പോവാന്ന്. വീട്ടിലേക്ക് പോയില്ലേ? ഇല്ല. എന്തേ? വീട്ടിൽ പോകാനല്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ട് തന്നെ മടങ്ങാനാ ഭാവം? ആ, അങ്ങനെ തന്നെ കൂട്ടിക്കോ. നീ എന്താടാ ഈ പറയുന്നത്? കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. എന്ത് ജോലി? അത് തൽക്കാലം നീ അറിയണ്ട. പഴയ സ്വഭാവം ഇതുവരെ മാറ്റാറായില്ല അല്ലേ? പഴയ കണക്കുകൾ തീരുമ്പോ താനേ മാറിക്കോളും. ആ, സമയം ഒരുപാടായി. ഞാൻ വെളുക്കുമ്പോ വരാം. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നല്ല കുളിരുണ്ട്. പെട്ടിക്കെന്നാ കമ്പിളി എടുത്തോ.
ശ്രീദേവി എന്താ എന്തു പറ്റി? ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ഇന്ന് എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ആദ്യത്തെ സ്ട്രൈക്കിന് തന്നെ ഒരു 5 എണ്ണമെങ്കിലും പോക്കറ്റിലാക്കുന്നതാണല്ലോ. എന്തോ ശ്രീദേവിയുടെ മുഖത്ത് എന്തോ